ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരയേ നമഃ. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യദൃഢതാദിഭിരിയമൈഃ ആപ്ലവാദിനിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാ. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാ ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാ. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാ. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുസ്സുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസ്വരൂപമാന്തരം ബ്രഹ്മരൂപമയിതേവ ഭാസത്തെ. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം തുൽസമാധിമയി വിശ്വനായക. ആശ്രിതാ പുനരദ പരിച്യുതാവാരഭേമഹി ച ധാരണാദികം ഇത്തമഭ്യസന നിർഭരോല്ലസൽ ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാ. മുക്തഭക്തകുലമൗലിതാം ഗതാ സഞ്ചരേമ ശുകനാരദാദിവത്. ത്വൽസമാധിവിജയേ തു യഃ പുനഃ മങ്ക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈഃ ഉന്നയത്യജ സുഷുമ്നയാ ശനൈഃ. ലിംഗദേഹമപി സന്ത്യജന്നധോ ലീയത്തെ ത്വയി പരേ നിരാഗ്രഹ. ഊർധ്വലോകകുതുകീതു മൂർധദാസാർദ്ധമേവ കരണൈർനിരീയത്തെ. അഗ്നിവാസരവളർക്ഷപക്ഷകൈഃ ഉത്തരായണജുഷാ ച ദൈവതൈഃ. പ്രാപിതോ രവിപദം ഭവൽപദോ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയത്തെ. ആസ്ഥിതോധമഹരാലയേ യദാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയത്തെ ഭവതുപാശ്രയസ്തദാ വേധസ പദമതഃ പുരൈവ വാ. തത്ര വാ തവ പദേധവാ വസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതാം. സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. തസ്യ ചക്ഷിതിപയോ മഹോ നിലദ്യോ മഹൽ പ്രകൃതി സപ്തകാവൃതി. തത്തദാത്മകതയാ വിശൻ സുഖീ യാതി തേ പദമനാവൃതം വിഭോ. അർച്ചിരാദിഗതിമീദൃശീം വ്രജൻ വിച്യുതിം ന ഭജത്തെ ജഗത്പദേ. സച്ചിദാത്മക ഭവദ്ഗുണോദയാനുച്ചരന്തമനിലേശ പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. നാരായണീയത്തിലെ 4-ാമത്തെ ദശകം ഞാൻ വളരെ ചുരുക്കി പറയുന്നത് അഷ്ടാംഗയോഗത്തിൻ്റെ സിദ്ധിയെക്കുറിച്ചാണ്. യമനിയമാദികളിൽ കൂടെയുള്ള സിദ്ധി എങ്ങനെയാണോ ഒരു യോഗി കൈവരിക്കുന്നത്, അങ്ങനെ
കൈവരിച്ചിട്ടുള്ള സിദ്ധികളുടെ സഹായത്തോടെ ഒരു യോഗി മരണത്തിന് ശേഷം ഭഗവാനിൽ ലയിക്കുന്നൊരു വഴിയുണ്ട്, ഒരു പന്ഥാവുണ്ട്. അതിനെ നമ്മൾ അർച്ചിരാദി മാർഗം എന്ന് പറയും. ഭക്തിയും യോഗവും എങ്ങനെയാണ് ഒരേ സമയം ചേർന്ന് ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നത്, ഭക്തിയും ജ്ഞാനവും പോകുന്നതാണ് ഇത്രയും നോക്കിയത്. ഇപ്പോൾ ഭക്തിയും യോഗവിദ്യയും കൂടെ എങ്ങനെ പോകണമെന്ന് പഠിപ്പിച്ചു തരുന്നു. അതിൽ ഭക്തൻ, അതായത് യോഗിയുടെ ശരീരം വിട്ടതിന് ശേഷം അദ്ദേഹം ഏത് റൂട്ടിൽ കൂടെയാണ് ഭഗവാനിലെത്തുന്നത് എന്ന് അർച്ചിരാദി മാർഗത്തിൽ കൂടെ പോണതിനെ ചുരുക്കി പറയണു. അർച്ചിരാദി മാർഗം എന്താണെന്നൊന്ന് ലഘുവായിട്ട് പറയാം. അത് ഉപനിഷത്തുക്കളിൽ ഈ പറയപ്പെടുന്ന ഒരു സങ്കേതമാണ്. അത് കേൾക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടൊക്കെ തോന്നുകയാണെങ്കിലും ബ്രഹ്മസൂത്രത്തിലും ഗീതയിലും അതേമാതിരി തന്നെ ഉപനിഷത്തുക്കളിലും ഒക്കെ ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടുള്ളൊരു ആത്മാവ് ദേഹത്യാഗത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നാണ് പറയണത്. നമ്മുടെ ആത്മാക്കൾ പോണ പോലെയല്ല ബ്രഹ്മജ്ഞാനം കിട്ടിയ ആൾക്കാരുടെ ആത്മാക്കൾ വരാ. അത് വേറെ റൂട്ടാണ്, സ്പെഷ്യൽ റൂട്ടാണത്. ആ റൂട്ടിനാണ് ഈ അർച്ചിരാദി മാർഗം എന്ന് പറയണത്. അതായത് സൂര്യപ്രകാശം, ദേവത, ബ്രഹ്മലോകം, ഇങ്ങനെയുള്ള മാർഗത്തിൽ കൂടെ പിന്നെ മോക്ഷത്തിലേക്കുള്ള ഉയർന്ന ഗതി. ഇതാണ് ആ റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അർച്ചിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതി, ദിവ്യമായിട്ടുള്ള പ്രകാശം എന്നൊക്കെയാണ് അർത്ഥം. ആദി വെച്ചാൽ തുടക്കം, മാർഗം വെച്ചാൽ വഴി. അതാണ് അർച്ചിരാദി മാർഗം വെച്ചാൽ പ്രകാശത്തിൽ നിന്ന് തുടങ്ങുന്ന ദിവ്യമായിട്ടുള്ള ഏതൊരു പാതയുണ്ടോ അതിനെ അർച്ചിരാദി മാർഗം എന്ന് പറയും. ഉപനിഷത്തുകളിൽ പറയണ അർച്ചിരാദി മാർഗം, ഛാന്തോഗ്യം, അതുമാതിരി ബൃഹദാരണ്യമൊക്കെ വായിച്ച് പഠിക്കുന്നവർക്ക് അർച്ചിരാദി മാർഗം എന്താ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ബ്രഹ്മജ്ഞാനി ദേഹത്യാഗം ചെയ്തു കഴിഞ്ഞാൽ, ബ്രഹ്മരന്ധ്രം ഭേദിച്ച് പ്രാണനെ ത്യജിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് പോകണ ക്രമം പറയണത് 9 സ്റ്റേജുകളായിട്ടാണ്. അർച്ചിസ്, അഹ, ശുക്ലപക്ഷം, ഉത്തരായണം, സംവത്സരം, ആദിത്യലോകം, വിദ്യുത്ത്, അവിടുന്ന് ഒരു ദിവ്യപുരുഷൻ നമ്മുടെ കൂടെ വരും ഗൈഡായിട്ട്, ബ്രഹ്മലോകം. ഇങ്ങനെയാണ് അർച്ചിരാദി ഗതി. അതിൽ അർച്ചിസ് വെച്ചാൽ ആദ്യം പ്രകാശമായിട്ടാണ് യാത്ര. പിന്നെ ഒരു പകൽ കടന്നു പോവും, ശുക്ലപക്ഷം കടന്നു പോവും, ഉത്തരായണ കാലം കടന്നു പോവും, സംവത്സരം കടന്നു പോവും, സൂര്യൻ്റെ ലോകം കടന്നു പോവും, ഇടിമിന്നലിൽ കൂടെ കടന്നു പോവും. അവിടുന്ന് ഒരു ദിവ്യപുരുഷൻ നമ്മളെ ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോകും. ഇതാണ് ഒരു ബ്രഹ്മജ്ഞാനി ശരീരം വിടുമ്പോൾ സംഭവിക്കുന്നത്. ഇത് എല്ലാവർക്കും ഉള്ളതാണോ ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ളതല്ല. ബ്രഹ്മവിദ്യ കിട്ടിയിട്ടുള്ളവർ, സഗുണ ബ്രഹ്മോപാസകർ, ഭഗവാന്റെ രൂപത്തിനെ ആരാധിച്ചിട്ടുള്ളവർക്കും ഇത് കിട്ടും. ശുദ്ധവുമായിട്ടുള്ള ഭക്തിയോടും ജ്ഞാനത്തോടും കൂടിയിട്ട് ജീവിച്ചിട്ടുള്ളവർക്കും ഇത് കിട്ടും. വേദാന്തത്തിൽ ശുദ്ധമായിട്ട് കർമ്മം ചെയ്തവർക്ക് പിതൃക്കളുടെ വഴിയാണ്, പിതൃയാനം എന്ന് പറയും. അത് പിതൃയാണം. ആ വഴിക്കാണ് ശുദ്ധമായ കർമ്മം ചെയ്തവർ പോകുന്നത്. ബ്രഹ്മജ്ഞാനികൾക്ക് അർച്ചിരാദിയാനം എന്ന് പറയുന്ന ഈ വഴിയാണ്. അർച്ചിരാദിയാണവും പിതൃയാണോ, അങ്ങനെ 2 വഴികളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. 2 തരത്തിലുള്ള ലയമാണ്. ഒന്ന് സദ്യോമുക്തി, അതായത് ലൗകികമായിട്ടുള്ള യാതൊരു ആഗ്രഹവും ഇല്ലാതെ ഉത്തമനായിട്ടുള്ള യോഗി ശരീരം വിടുമ്പോൾ ഉടനെ തന്നെ ഭഗവാനിൽ ലയിക്കും. ക്രമമുക്തി, സ്വർഗാദി ലോകങ്ങൾ കാണാനൊക്കെ ആഗ്രഹിച്ചിട്ട് പോണ ആൾക്കാരാണ് ഈ അർച്ചിരാദി മാർഗത്തിൽ കൂടെ ഓരോ ലോകം കണ്ട് 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 ഭഗവാനിലേക്ക്. ബ്രഹ്മാവിൻ്റെ ഒപ്പം പ്രളയകാലത്ത് അവിടെ ബ്രഹ്മലോകത്ത് പോയിട്ടിരിക്കും. അവസാനം പ്രളയം വരുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒപ്പേ അവർക്ക് മോക്ഷമുള്ളൂ. അങ്ങനെ പോകുന്നവർ. അപ്പോൾ അർച്ചിരാദി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തനും യോഗിയായിട്ടുള്ള ഒരാൾ സ്വന്തം സാധനയുടെ ഫലം കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ചിട്ട് അനന്തമായിട്ടുള്ള സച്ചിദാനന്ദത്തിലേക്ക് നടത്തുന്ന ഏതൊരു മഹായാത്രയുണ്ടോ അതിനെയാണ് അർച്ചിരാദി മാർഗം എന്ന് പറയുക. പിതൃയാനത്തിൽ കൂടെ പോകുന്ന നമ്മുടെ സാധാരണ ആത്മാക്കൾ ചന്ദ്രലോകം, വീണ്ടും പുനർജന്മം, പിന്നെ കർമ്മഫലം അനുഭവിക്കുക, ആ കർമ്മഫലം ക്ഷയിക്കുക, വീണ്ടും ചന്ദ്രലോകം, വീണ്ടും പുനർജന്മം. ഇങ്ങനെയാണ്. ചന്ദ്രൻ്റെ നമ്മൾ കാണാത്ത അപ്പുറത്തൊരു വശമുണ്ട്. ഒരിക്കലും ആ സൈഡ് കാണാൻ പറ്റില്ല. കാരണം ഭൂമി കറങ്ങണതും ചന്ദ്രൻ്റെ കറക്കവും കാരണം എപ്പോഴും ചന്ദ്രൻ്റെ ഒരു വശമേ കാണുള്ളൂ. അതുകൊണ്ട് ഈ മാൻകുട്ടിയെ പിടിച്ചിരിക്കുന്ന പെൺകുട്ടിയൊക്കെ കാണുന്നത് നമ്മൾ ചന്ദ്രനിൽ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റില്ല. ചന്ദ്രൻ്റെ മറുവശത്താണ് പിതൃക്കളുടെ ലോകം, ആണ് സങ്കല്പം. നമുക്കറിയാത്ത അജ്ഞാതമായിട്ടുള്ള ഭാഗത്താണ് പിതൃലോകം വരുന്നത്. അവിടെയാണ് ആദ്യം പോവുക. അതും ശുദ്ധകർമ്മം ചെയ്തവരേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നാൽ ലേയാനുള്ളതാണ്. അപ്പോൾ ഇത് ശുദ്ധകർമ്മം ചെയ്ത് പിതൃലോകത്ത് പോയിട്ട് പുനർജനിച്ച് വീണ്ടും കർമ്മഫലം അനുഭവിച്ച് ആ കർമ്മഫലം ക്ഷയിച്ച് വീണ്ടും പുതിയ നല്ല കർമ്മം ചെയ്താൽ നല്ല വഴിക്ക് വരാം, ഇല്ലെങ്കിൽ നശിക്കാം. ഈ ചക്രത്തിൽ കിടന്ന് കറതാണ് പിതൃയാനത്തിൻ്റെ വഴി. പക്ഷേ അർച്ചിരാദി മാർഗത്തിൻ്റെ വഴി അങ്ങനെയല്ല. ശരീരം വിട്ടാൽ ഉടനെ ബ്രഹ്മലോകം, പുനർജന്മമില്ല, ബ്രഹ്മാവിൻ്റെ സായുജ്യത്തിൻ്റെ ഒപ്പം സായുജ്യം കിട്ടും, അക്ഷയഫലാണ്. ഇതൊക്കെ എന്താണോ പിതൃയാനം അതിനൊക്കെ ഓപ്പോസിറ്റാണ് അപ്പുറത്ത്. ഇതാണ് ഇതിൻ്റെ ഒരു സാധാരണത. അപ്പോൾ ഗീതയിൽ 8-ാമത്തെ അധ്യായം 24-ാമത്തെ ശ്ലോകം അഗ്നിജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം എന്നൊക്കെ പറഞ്ഞിട്ട് വരണം. ആ ഭാഗത്തൊക്കെ ഇതിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. അദ്വൈതത്തിൻ്റെ ദൃഷ്ടിയിൽ ശങ്കരാചാര്യസ്വാമി പറഞ്ഞു
പരമജ്ഞാനിയായിട്ടുള്ള ആൾക്ക് മാർഗമേ ഇല്ല, അവൻ ഇവിടെ തന്നെ മോക്ഷം കിട്ടണമെന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. ആചാര്യസ്വാമികൾ അർച്ചരാജി മാർഗത്തിന് അങ്ങനെ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ജീവൻ മുക്തനായിട്ടിരിക്കുക, ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നേടുക എന്നാണ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സഗുണോപാസന ചെയ്യണവർ, ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കുന്ന ആൾക്കാർക്ക് പടിയായിട്ട് മുക്തി കിട്ടാൻ ഇതൊക്കെ കാണാൻ നമ്മൾ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സ്വർഗം കാണണം, അവിടെ കാണണം, ഇവിടെ കാണണം. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ടൂർ കൊണ്ടുപോകണ മാതിരി കൊണ്ടുപോയിട്ട് ഫൈനൽ ബ്രഹ്മലോകത്ത് കൊണ്ടുപോയിട്ട് ഒപ്പടയ്ക്കുകയാണ്, അവിടെ കൊണ്ടുപോയിട്ട് വിടും. ആ കൊണ്ടുവിടലാണ് അർച്ചരാദി മാർഗത്തിൻ്റെ മാർഗം. അത് പൂർണ്ണമായിട്ടുള്ള അദ്വൈത സാക്ഷാത്കാരത്തിന് മുൻപ് കിട്ടുന്ന അവസാനത്തെ യാത്ര, അതാണ് അർച്ചരാദി മാർഗം. ആണ് ഭട്ടതിരി ആ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ അർച്ചിരാദി മാർഗങ്ങൾ വഴി എന്ന് പറയണത് അതുകൊണ്ടാണ്. അർച്ചിരാദിഗതി മീദൃശിം വ്രജൻ വിച്യുതിംന ഭജതേ ചകൽപ്പതേ സച്ചിദാത്മക ഭവത് ഗുണോദയാനുച്ചരന്ത മനിലേഷ ബാഹിമാം എന്ന് പറയാൻ കാരണം ഈ അർച്ചിരാദി മാർഗത്തിൽ കൂടെ പോകുന്നവർക്ക് പുനർജന്മം ഇല്ല. അത് എങ്ങനെയാണ് കടന്നു പോകണമെന്ന് അതിന് മുമ്പുള്ള ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞും വയ്ക്കുന്നുണ്ട്. ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹൽതത്വം, പ്രകൃതി, ഇങ്ങനെ ബ്രഹ്മാണ്ടത്തിൻ്റെ 7 ആവരണങ്ങളെയും കടന്ന് അവിടെയിലൊക്കെയുള്ള സുഖങ്ങൾ അനുഭവിച്ച് ആ ലോകങ്ങളിലൊക്കെ കുറേ കാലം താമസിച്ച് നമ്മൾ ഈ വെക്കേഷന് പോകുമ്പോൾ ഒരു തിരിച്ചു വരാത്ത യാത്രയാണ്. പക്ഷേ ഓരോ സ്ഥലത്തും കുറേ കാലം താമസിച്ച് അവിടുത്തെ സുഖമൊക്കെ അനുഭവിച്ച് അടുത്ത സ്റ്റേജിൽ പോയി അടുത്ത ഓരോ ടൈം ആകുമ്പോൾ ഒരാൾ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ ഒരു ഗൈഡ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണവർ കൊണ്ടേ അവസാനം ബ്രഹ്മലോകത്ത് കൊണ്ടുവിടും. പിന്നെ ബ്രഹ്മാവ് പോകുമ്പോഴേ നമുക്ക് പോക്കുള്ളൂ, അതുവരെ അവിടെ താമസിക്കാം. ഇതാണ് അർച്ചരാദി മാർഗത്തിൻ്റെ വിദ്യാന. അപ്പോൾ ഇതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം.